നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 ശമ്പള വർധനവോടുകൂടി സ്ഥാനക്കയറ്റത്തോടുകൂടിയതായിട്ടുള്ളൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ഒരു പക്ഷേ വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനാർത്ഥം അപേക്ഷകൾ നൽകുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാനും ഉദ്ദേശിച്ച പോലെ തന്നെ പ്രവേശനം ലഭിക്കുവാനും സാധ്യതയുണ്ട്. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ, ഗവേഷകർ എന്നിവർക്കൊക്കെ തന്നെ കഴിഞ്ഞ വർഷം തന്നെ അതിന് തുടക്കം കുറിച്ചിരുന്നു. പല കാര്യങ്ങൾക്കും പുതിയതായിട്ടുള്ള പല ഗവേഷണ വിഷയങ്ങളായിരുന്നു. അത് പ്രാബല്യത്തിൽ വരുമോ എന്ന ശങ്കയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും മെയ് മാസം മുതൽ അതിൽ നിന്നും എല്ലാം തന്നെ ഗവൺമെൻറ് തലത്തിലാണെങ്കിലും ജനസ്വീകാര്യമായിട്ടുള്ള വിധത്തിലാണെങ്കിലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ഈ വർഷത്തിൽ തന്നെ അതൊരു വിജയപഥത്തിലെത്തുവാനും സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും യോഗമുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ഉദ്ദേശിച്ച പോലെ ഉൽപാദനശേഷി കുറവുള്ളത് കൊണ്ട് ഒരുപക്ഷെ നവീകരിക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി മനസ്സിലാക്കുകയും എന്നാൽ അതിനുവേണ്ടി പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടൊരു പ്രതിഫലം ലഭിക്കുക കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പലപ്പോഴും പല കാര്യങ്ങളിലും വ്യാവസായികമായിട്ടുള്ള മേഖലകളെല്ലാം ഒഴിവാക്കി വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിലേക്ക് കർമ്മമണ്ഡലം മാറുവാനൊരവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ കൃത്യമായുള്ള രീതിയിലും ലക്ഷ്യപ്രാപ്തിയോടുകൂടിയും അനുഭവത്തിൽ വന്നു ചേരുക അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ എത്തിച്ചേർക്കുക എന്നതൊക്കെ തന്നെ അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസം ഉണ്ടായിത്തീരും. ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായുള്ള ഉത്തരവാദിത്വങ്ങൾ അത് മേലധികാരി നിർദ്ദേശിക്കുന്നതാണെങ്കിലും ഉടമസ്ഥർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വിധത്തിലാണെങ്കിലും അതൊരു കൃത്യമായുള്ള ലക്ഷ്യബോധത്തോടു കൂടിയും പുതിയ ഭരണ സംവിധാനം അവലംബിച്ചുകൊണ്ടും ചിലർക്ക് വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളായിരിക്കാം. എന്തായാലും അതൊരു കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുന്നത് വഴി ജീവിത നിലവാരം തന്നെ വർദ്ധിക്കുവാനും ഇതിൻ്റെ വെളിച്ചത്തിൽ മെയ് മാസം മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഒരു വിസ്തൃതിയുള്ളൊരു ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കാനുള്ള യോഗമുണ്ട്. വേറെ ചിലർക്ക് ഗൃഹം വാങ്ങിക്കാം, നിർമ്മിക്കാം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുമെങ്കിൽ പോലും മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഒരുപക്ഷെ ജന്മനാട്ടിലുള്ള ഗൃഹത്തിന് പരിവർത്തനങ്ങൾ നടത്തുവാൻ അവസരമുണ്ടായിത്തീരും. വേറെ ചിലർക്ക് ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഉദ്യോഗസ്ഥലത്തിനോടനുബന്ധമായുള്ളൊരു സ്ഥലത്ത് മറ്റൊരു വീട് വാങ്ങിക്കുവാനൊരവസരം ഉണ്ടായിത്തീരുവാനും സാധ്യതയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ അതെല്ലാം സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനിയും ചില പാഠ്യപദ്ധതിക്ക് ചേരുവാനൊരവസരം ഉണ്ടാകുന്നത് വഴി ചേരുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ ഭാവിയിലേക്ക് ഏറ്റവും അനന്ത സാധ്യതകളുള്ളതും നിലവിലുള്ള ജോലിയിൽ ഇനി സ്ഥാനക്കയറ്റമോ അവസരങ്ങളോ കുറവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം ഉണ്ടായിത്തീരും. ഒരുപക്ഷെ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജോലി ഉപേക്ഷിച്ചാലോ എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ജോലി ഉപേക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി ചേരുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. കുടുംബത്തിൽ വളരെ സമാധാന അന്തരീക്ഷം സംജാതമാകും. വ്യാപാര വിപണന വിതരണ മേഖലയിൽ നിന്ന് മെയ് മാസം മുതൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകുന്നത് വഴി ഉപസ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും ഒരുപക്ഷെ ഈ ഉപസ്ഥാപനങ്ങളെല്ലാം തന്നെ പ്രാദേശികമായിട്ടുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വിപുലമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് അതിന് കൃത്യമായ രൂപരേഖ അവലംബിക്കുവാൻ പോലും സാധ്യതയുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് പല കാർഷികമായിട്ടുള്ള മേഖലകളിലും പരാജയങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം ഒഴിവാക്കി ഒരു ധ്രുവീകരണം എന്ന നിലയിൽ കഴിഞ്ഞ വർഷവും സ്വല്പമൊക്കെ നാശനഷ്ടങ്ങളുണ്ടായിരുന്നു. ഈ ഒരു മെയ് മാസം മുതൽ പുതിയതായുള്ള കൃഷി രീതികൾ അവലംബിക്കാൻ ഒരുപക്ഷെ സുഹൃത്തിൻ്റെ നിർദ്ദേശം ആധുനിക കൃഷി രീതികൾ അവലംബിക്കുക,
ഇവയൊക്കെ അവലംബിച്ചും കൊണ്ടും ഒരു വിപുലമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് അതിൻ്റെ മേൽനോട്ടം പൂർണ്ണമായിട്ടും വഹിക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും ഹ്രസ്വകാല വിളകൾക്കനുസരിച്ചും ദീർഘകാല വിളകൾക്കനുസരിച്ചുമായുള്ളൊരു കൃഷി രീതികൾ അവലംബിക്കാൻ അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന പുണ്യതീർത്ഥയാത്രകൾക്ക് ആഗസ്റ്റ് മാസത്തിൽ അനുകൂലമായുള്ള അവസരങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും കഴിഞ്ഞ വർഷം ജന്മനാട്ടിൽ ഓണാഘോഷത്തിന് വരാൻ സാധിക്കാത്തതിൻ്റെ ഒരു മനോവിഷമം മാറി ഈ വർഷത്തിൽ കൂടുതൽ അവധി ദിവസങ്ങൾ വന്നു ചേരുന്നത് വഴി ഓണാഘോഷം അനുകൂലമാക്കി തീർക്കാൻ സാധിക്കും. തൃപ്തികരമായിട്ടുള്ള വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള ചർച്ചകൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. വസ്തുതർക്കം പരിഹരിക്കാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഒരു അനുരഞ്ജന ശ്രമം അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുന്നതുമാണ്. സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും. നിലവിലുള്ള കർമ്മമണ്ഡലത്തിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാവാം, ആരോഗ്യ പ്രവർത്തനങ്ങളാവാം, അതിനുവേണ്ടി പണം ചെലവാക്കുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. സമയബന്ധിതമെന്ന് തോന്നുമെങ്കിൽ പോലും എല്ലാം കൃത്യമായുള്ള രൂപരേഖയോടുകൂടി അവലംബിക്കാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. പലപ്പോഴും നാഡി ഉദര രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുകയും ഇതിന് ദിനചര്യാക്രമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയും ഭക്ഷണ ക്രമീകരണങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുക, പഴവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ കൂട്ടിക്കൊണ്ടുള്ള ഭക്ഷണ രീതികൾ അവലംബിക്കുന്നത് വഴി ഒരു പരിധിവരെ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. എന്നാൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകുകയും ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടി നല്ലൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി വളരെ ആശ്വാസമുണ്ടായിത്തീരും. ബഹുമുഖ പ്രതിഭകളെ ആരാധനാലയത്തിൽ വെച്ചോ വിനോദയാത്രയ്ക്ക് ഇടയിൽ വെച്ചോ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും സാധ്യത കാണുന്നുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുവാനും അനുകൂലമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും വിമുഖത ഉണ്ടാകുന്നത് ഒഴിവാക്കി സാഹചര്യങ്ങളെ കൊണ്ടും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ടും ഈ വക കാര്യങ്ങളിൽ നിന്നെല്ലാം പിന്മാറി അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ചർച്ചകളിൽ കൃത്യമായുള്ള രീതിയിൽ പദ്ധതികൾ സമർപ്പിക്കുന്നത് വഴി മേലധികാരികളുടെ തൃപ്തികരമായിട്ടുള്ള സമീപനമാണെങ്കിലും അതേപോലെ തന്നെ ഉടമസ്ഥരുടെ തൃപ്തികരമായിട്ടുള്ള സമീപനമാണെങ്കിലും ഔദ്യോഗിക തലത്തിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിൽ എത്തിച്ചേരുവാനുള്ള യോഗം കാണുന്നതുമുണ്ട്. പലപ്പോഴും 2021 ക്ഷീണാവസ്ഥകളും അവഗണിക്കപ്പെട്ട അവസ്ഥകളും പല വിഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എങ്കിൽ 2022 മുതൽ അഹോരാത്രം പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സ്വല്പം മാറ്റമുണ്ടായിട്ടുണ്ട്. 2023 അതിൻ്റെ പ്രകടമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകും എന്നുള്ള സങ്കല്പത്തോടു കൂടി തൊഴിൽ മണ്ഡലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ആധുനിക പ്രചരണ രീതികൾ അവലംബിച്ചിരുന്നു. അതേപോലെ തന്നെ പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനും ഏറ്റെടുക്കുവാനും അതെല്ലാം തന്നെ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുവാനും സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഏത് പ്രകാരത്തിലും ഈ വക കാര്യങ്ങളിലെല്ലാം തന്നെ ഒരേപോലെ തൊഴിലും കുടുംബകാര്യങ്ങളും സമൂഹത്തിന് വേണ്ടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒരേപോലെ കാഴ്ചവെക്കുവാനുള്ളൊരവസരം ഉണ്ടായിത്തീരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പോലും
മത്സര രംഗങ്ങളിൽ നിന്ന് പിന്മാറി സുഹൃത്തിന് വേണ്ടി ഈ ഒരു വർഷം അഹോരാത്രം ഉറക്കമൊഴിച്ച് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ചേരുവാനും ഇടയുണ്ട്. ഇതാണ് ഈ 2024 ആണ്ടിലെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.